രാവിലെ തന്നെ എണീറ്റ് അടുക്കളയിൽ പോയി നോക്കുമ്പോൾ അമ്മ നല്ല അയില വറുത്ത് വെച്ചിരിക്കുന്നു. പിന്നെ നമ്മുടെ സ്ഥിര ഐറ്റം ഗ്രീക്ക് യോഗട്ട്. ഡെയിലി കുളിക്കാൻ മറന്നാലും ഇത് കഴിക്കാൻ മറക്കില്ല. അതുപോലെ തന്നെ ഡെയിലി മറക്കാതെ കഴിക്കുന്ന മറ്റൊരു ഐറ്റം ഉണ്ട്, ക്രിയാറ്റിൻ. മസിൽ ബ്ലേസിൻ്റെ ഈ 2 ഫ്ലേവറാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറ്. അതുപോലെ തന്നെ പല ആൾക്കാർക്കും വിചാരം ഒരു ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ചില ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം എന്നാണ്. പക്ഷേ സം മോഡറേഷനിൽ വി ക്യാൻ ഹാവ് എ ഗുഡ് ഫിസിക് ഇൻ എ കലോറിഫിക് ഡെഫിസിറ്റ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല ക്ഷീണം, ഒരു അരമണിക്കൂർ ഉറങ്ങാൻ വേണ്ടി കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വെളിയിലൊരു ശബ്ദം. നോക്കുമ്പോൾ നമ്മുടെ ഹരിതകർമ്മ ചേച്ചി കയറി വന്ന് പ്ലാസ്റ്റിക് എടുക്കാൻ വന്നിരിക്കുന്നു. അങ്ങനെ അവരെയും സെറ്റിലാക്കി ഒരു കറുപ്പ് കാപ്പിയൊക്കെ കുടിച്ചിരിക്കുമ്പോൾ ഒരു കോള്. ഇന്നലത്തെ ഷൂട്ടിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്. വേഗം കുളിച്ച് റെഡി ആയിട്ട് നമ്മുടെ ജംഗ്ഷനിലേക്ക് പോയി. ഇവനാണ് അച്ചു, നമ്മുടെ സ്ഥിരം ഫോട്ടോഗ്രാഫർ തമ്പി. അങ്ങനെ അവനെ എടുത്തുകൊണ്ട് പോയി നേരെ അമ്പലത്തിൽ പോയി. ആദ്യമായിട്ട് ഇങ്ങനെ പരിപാടിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇൻസ്റ്റയിൽ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ട് ഒരു ഫ്ലോയിൽ അങ്ങനെ എല്ലാം എടുത്തു. പിന്നെ നമ്മുടെ കടക്കാരൻ നൻപർ കുറച്ച് കളർ ഷർട്ട് തന്നുകൊണ്ട് ഫോട്ടോസും വീഡിയോസും കുറച്ച് കളർ എടുത്തു. അത് കഴിഞ്ഞ് തിരിച്ചു നോക്കുമ്പോൾ അച്ചുവിനെ കാണില്ല. അവൻ വന്ന കാര്യം പറഞ്ഞിട്ട് നേരെ കുളത്തിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങി. പിന്നെ ഇവനെ നോക്കിയിരുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കില്ല. അങ്ങനെ ഞങ്ങൾ തന്നെ എല്ലാവരും കൂടി ബാക്കിയുള്ള ഫോട്ടോഷൂട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നേരെ ജംഗ്ഷനിലേക്ക് വിട്ടു. അവിടെ എത്തിയൊരു ചായ. നമ്മൾ പിന്നെ പഞ്ചാര വീട്ടിലായതുകൊണ്ട്, ഷുഗർ കട്ടിലായതുകൊണ്ട് വിത്തൗട്ട് ഒരു ചായ. അങ്ങനെ നമ്മുടെ കടക്കാരൻ നൻപറിനോട് ഭൂതവും ഭാവിയൊക്കെ സംസാരിച്ച് ഞാനും മെല്ലെ വീട്ടിലേക്ക് പോയി. ഫുഡ് കയറ്റി രാത്രി കിടന്നുറങ്ങി. ബാക്കി നാളേക്ക് പാകലാം.